കിത്തിനെ പേരിലുള്ള സംയുക്താക്ഷരങ്ങൾ ചേർന്ന വാക്കുകൾ എഴുതാം. ഓസ്ട്രേലിയ എഴുതുന്നില്ലേ, അത് എഴുതുന്നത് എഴുതി നമ്മൾ ആന്നെഴുതി സ, പിന്നെ ട എന്നുള്ള അക്ഷരം, പിന്നെ അതിൻ്റെ അടിയിലാണ് ചിഹ്നം ട്ര എന്നുള്ള ചിഹ്നം. ഓസ്ട്രേലിയ. ലീ ചെരിച്ചിട്ടാണ് വന്ന് മുട്ടുക. ഓസ്ട്രേലിയ. അതിൽ ആടെ ഇവിടേക്ക് വരയ്ക്കാൻ പാടില്ല. പിന്നെ ഇതിൽ വരുന്നത് ചിഹ്നങ്ങൾ മുകളിൽ. ഇതാണ് നേരത്തെ പറഞ്ഞത്, ചന്ദ്രക്കല മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അടുത്ത ചന്ദ്രാകാർ എന്ന് പറഞ്ഞത്. പിന്നെ സ്ട്രേ എന്നുള്ള ചിഹ്നം, ഓസ്ട്രേലിയ. ഇതൊന്ന്. പിന്നെ വരുന്നത് ദ്വിപാദ് എന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ ദ്വി എന്ന് എഴുതുന്നത്. അപ്പോൾ അത് എഴുതുമ്പോൾ എഴുതി ഹൽച്ചിന് ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് എഴുതാം, പക്ഷെ അത് കുറച്ചുകൂടി നീണ്ടു പോലോ. ഇങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. ദാ പകുതി വാ ഫുള്ളും. ബുക്കിൽ എഴുതിയിരിക്കുന്നത് വരുമ്പോൾ ചിഹ്നം ഫസ്റ്റിൽ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ വരാം ദാടെ അടിയിലത് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെയാണ് വന്ന് മുട്ടുന്നത് ദ്വി. ചിലതിലിത് ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് അപ്പോൾ കാണുന്നില്ലേ വാ, ഇങ്ങനെ നമ്മൾ കൂട്ടി മുട്ടിയിട്ടേ ദ്വീന്ന് എഴുതുന്നത്. ദ്വി പാദ്, പാദം എന്നുള്ള അർത്ഥമാണ് കാല്. ദ്വിപാദ്. മനുഷ്യരടക്കികളെയും ദ്വിപാദികൾ എന്നാണ് പറയുന്നത്, രണ്ട് കാലുള്ളത്. അടുത്തതായിട്ട് അതിൽ പറയുന്നത് ചതുഷ്പാദാണ്. ചതുഷ്പാദത്ത് എഴുതുന്നത് ച എന്നുള്ള അക്ഷരം ച എഴുതി തൂ എഴുതി ഷ പകുതിയാണ്. ഷ എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ നമ്മൾ പാ പോലെ എഴുതി ഇങ്ങനെയല്ല എഴുതുക, പാ എഴുതി ഇങ്ങനെ. അപ്പോൾ ഷ പകുതിയാകുമ്പോൾ അക്ഷരത്തിൻ്റെ ഗഡിപ്പായി ഇങ്ങനെ കളഞ്ഞിട്ടുള്ള ഭാഗമാണ് ഷയുടെ പകുതി. അപ്പോൾ ഇത്ര വന്ന് നിൽക്കും ഷ എന്നുള്ളത്. അപ്പോൾ ചതുഷ്പാദിൽ വരുമ്പോൾ ചതു എഴുതി ഷ എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് മുട്ടും. അങ്ങനെ വന്ന് പാപ്പല എഴുതുമ്പോൾ ഇത്രയ്ക്ക്. അതായത് ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വാ എന്നുള്ള അക്ഷരം എഴുതുന്നുണ്ട്. വായുടെ പകുതി എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് വാ എന്നുള്ള അക്ഷരം കംപ്ലീറ്റ് ആകുമ്പോൾ എങ്ങനെയല്ലേ വരിക, ഇങ്ങനെ വരും. കുട്ടികൾ എളുപ്പത്തിന് ഇത് ഇങ്ങനെ എഴുതും, പക്ഷെ ഇങ്ങനെയാണ് അക്ഷരം എഴുതുക. അപ്പോൾ വാ പകുതി ഇതേ ഇങ്ങനെ. അതുപോലെ തന്നെ മറ്റൊരു അക്ഷരമുള്ളത് ബായാണ്. ബാ പകുതി, ഇത് ബാ എന്നുള്ള ബാലൊക്കെ എഴുതുമ്പോൾ ബാ പകുതി, അതായത് ഇവിടേക്കല്ല മുട്ട, ഇവിടേക്കാണ്. ബാ പകുതി വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഇത് രണ്ട് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും. ഷ എഴുതുമ്പോൾ പക്ഷേ ഇങ്ങനെ വന്ന് ഇത് ഷ എഴുതുന്നത് പോലെ എഴുതിയിട്ട് ഷ പകുതിയാകുമ്പോൾ ഇങ്ങനെയാണ് വന്ന് നിൽക്കുക, ഫുള്ളായിട്ട് കവർ ചെയ്യും. മറ്റത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ബാക്കി വാകുമ്പോൾ ചില കുട്ടികളിത് പൂജ്യം, പൂജ്യമല്ലാതെ എങ്ങനെയാണ്, ഇത്രയാണ് വാ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ ചതുഷ്പാദം എഴുതുമ്പോൾ ചായതി തായതി തൂ എന്നുള്ള മാത്രം ഇട്ടു, ഷായതി, പിന്നെ പാ എന്നുള്ള അക്ഷരം കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. പാ, പിന്നെ പാ ദ ആണ് ചതുഷ്പാദ്. ചതുഷ്പാദ് പറയുന്നത് ചതുർ പറയുന്നത് 4 കാലുള്ളത്, 4 പാദങ്ങളുള്ളത്, അതാണ് ചതുഷ്പാദ്. പിന്നെ ഒരു വാക്കും കൂടി ബുദ്ധിമാൻ. ബുദ്ധിമാൻ എഴുതുമ്പോൾ ഇപ്പം തന്നെ പറഞ്ഞില്ലേ പാ എഴുതുന്നത്, പാ ഫുള്ളായിട്ട്, അതായത് ഈ തെറ്റത്തേക്കല്ല മുട്ട, ഇവിടേക്കാണ് മുട്ട്. ഇങ്ങനെയാണ് പാട ഉള്ളിലത്തെ വരിയിടുന്നത്. ഭൂ എഴുതി ദ എഴുതുമ്പോൾ 2 ദാ വരും, കൂട്ടക്ഷരം ദായാണ്. അതിൻ്റെ ചിഹ്നം ആദ്യം ഇടും, ദാ എന്നുള്ള അക്ഷരം എഴുതി
അതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഈ ദാ കിടക്കുന്നത്. ബുദ്ധിമാൻ, ധി മ, ബുദ്ധി ബുദ്ധിമാൻ ഫുള്ളായിട്ട് വരയ്ക്കും. കാരണം ഈ കെട്ടുള്ള ദാ ഇടയിലല്ല കിടക്കുന്നത്. പിന്നെ ദാ ഇങ്ങനൊരു തരത്തിലും എഴുതുന്നുണ്ട്. ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ വന്ന് മുട്ടുന്നുണ്ട്. ബുദ്ധിമാൻ. ഇതൊക്കെ ധാ എഴുതുന്നത് അതുപോലെ ചതുഷ്പാദിൽ ഷാ പകുതിയാണ്. അപ്പോൾ പായും കൂടിയാകുമ്പോൾ അതും സംയുക്താക്ഷരത്തിൽ വരും. ഇതും സംയുക്താക്ഷരമാണ്. പിന്നെ മുൻപ് എഴുതിയത് പറയണം, ധ്വാന്ന് എഴുതിയത്.